വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. പ്രസിദ്ധീകരണത്തിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്റർ ബികോം, BBA, BA ഡിഗ്രി സപ്ലിമെന്ററി 2020 മുതൽ 23 വരെ പ്രവേശനം. വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ് സമർപ്പണം. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്റർ ബികോം, BBA, BA ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ 2020 മുതൽ 23 വരെ പ്രവേശനം. നവംബർ 2025 സെക്ഷൻ ഇന്റേണൽ ഇവാലുവേഷൻ അസൈൻമെന്റ് ചോദ്യങ്ങളും കവറിംഗ് ഷീറ്റും മാർക്ക് നിർദ്ദേശങ്ങളും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അക്കാഡമിക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ അസൈൻമെന്റ് ലിങ്ക് ലഭ്യമാണ്. ഈ ലിങ്ക് വഴി ഓൺലൈനായി ഫീസ് അടച്ച ശേഷം ലഭിക്കുന്ന കവറിംഗ് ഷീറ്റ് പൂരിപ്പിച്ച് അസൈൻമെന്റിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അസൈൻമെന്റുകൾ യൂണിവേഴ്സിറ്റിയിൽ തപാൽ വഴി ലഭിക്കേണ്ട അവസാനം തപാൽ വഴി നിങ്ങൾ അയക്കുന്ന പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ അസൈൻമെന്റ് അയക്കുകയാണെങ്കിൽ ജൂലൈ മാസം 6-ാം തീയതിയാണ് തപാൽ വഴി ലഭിക്കേണ്ട അവസാന തീയതി. അസൈൻമെന്റ് നേരിട്ട് സമർപ്പിക്കുന്നവർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിലെ സ്റ്റുഡൻറ് അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററിലെ സ്കൂൾ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഡയറക്ടർ ഓഫീസിൽ ജൂലൈ 6-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി സമർപ്പിക്കണം. മറ്റു ദിവസങ്ങളിൽ അസൈൻമെന്റുകൾ നേരിട്ട് സ്വീകരിക്കുന്നതല്ല. അടുത്തൊരു അപ്ഡേറ്റ് നോക്കാം. പ്രസിദ്ധീകരണത്തിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്റർ ബിരുദ അസൈൻമെന്റ് സമർപ്പണം പുതുക്കിയ സമയക്രമം. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബിരുദ പ്രോഗ്രാമുകൾ FAUGP പാറ്റേൺ 2025 അഡ്മിഷൻ, റെഗുലർ 2024 അഡ്മിഷൻ, സപ്ലിമെന്ററി ഒന്നാം സെമസ്റ്റർ നവംബർ 2025 പരീക്ഷകളുടെ ഭാഗമായി നിരന്തര സമഗ്ര മൂല്യനിർണ്ണയത്തിന് CCA അസൈൻമെന്റ് സമർപ്പിക്കേണ്ട പുതിയ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പുതുക്കിയ സമയക്രമം അനുസരിച്ച് അസൈൻമെന്റ് സമർപ്പിക്കണം. അസൈൻമെന്റ് നേരിട്ട് സമർപ്പിക്കേണ്ട പുതിയ സമയക്രമം താഴേക്കുള്ള PDF ലഭ്യമാണ്. നിങ്ങൾക്കത് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു പ്രസിദ്ധീകരണത്തിൽ പുനർമൂല്യനിർണ്ണയ ഫലം. പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ നടത്തപ്പെട്ട ഒന്നാം സെമസ്റ്റർ MSc ഫിസിക്സ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ബിരുദം നവംബർ 2025 ഒന്നാം സെമസ്റ്റർ MSc ഫിസിക്സ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ബിരുദം നവംബർ 2025 പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയ ഫലം യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് വന്നിട്ട്. അപ്പോൾ പുതിയ കാണുന്നതിന്